എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഇത് ഈ ഡിബേറ്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് പോയിന്റുകളുണ്ട്. ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫിറോസ് ഉന്നയിച്ച ഓരോ വാദങ്ങൾക്കുള്ള ഉത്തരവുമുണ്ട്. പക്ഷേ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. CPIM-ന്റെ പ്രതിനിധി നിലയിൽ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. എങ്ങനെ? CPIM-ന്റെ പ്രതിനിധി നിലയിൽ ഈ ഡിബേറ്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഇപ്പോഴാണ് ശരിക്കും ചർച്ചയായത്. കാരണം ഞങ്ങളും നിങ്ങളും തമ്മിലുണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഡിബേറ്റ് പോകുന്നത്. അതുകൊണ്ട് വെരി സോറി ടു സേ ഞങ്ങൾ ഈ ഡിബേറ്റ് വിഡ്രോ ചെയ്യാണ്. എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. എന്താണ് കാരണം? ഇവിടെ ഉണ്ടാക്കിയ പാനൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന പാനലല്ല. ഞങ്ങളുടെ പ്രതി തന്നെ അറിയിച്ചതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചർച്ച ചെയ്യും. അത് ജയശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഡിബേറ്റുകളിൽ CPIM പങ്കെടുക്കില്ല നേരത്തെ അറിയിച്ചതാണ്. നിങ്ങളുടെ ഈ ഉണ്ടച്ചുരുട്ടെന്ന് എന്നോട് വേണ്ട, അടിച്ചാൻ കണ്ണിയാങ്ങളെ. സങ്കടത്തോട് ഞാൻ പറയാം, ഞങ്ങൾ ഡിബേറ്റ് നിന്ന് മാറുകയാണ്. ഒരു തരത്തിലുള്ള നിങ്ങളുടെ ചാനലിനോടുള്ള വെല്ലുവിളിയോ മറ്റുമല്ല. ഞങ്ങൾ ഡിബേറ്റിൽ തുടരാൻ താല്പര്യം. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. അപ്പോൾ ഈ പാനൽ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്നാണോ ശ്രീ ഷംസീർ? നിർഭാഗ്യകരമാണ്. ജയശങ്കർ എന്തായാലും ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിർത്തേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാൽ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധി വേണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ചർച്ചയിലും ഒരു പാനലും ഉണ്ടാക്കാൻ കഴിയും. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. ദേവസ്വം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദേവന്റെ സ്വത്ത് എന്നാണ്. അപ്പോൾ ആ സ്വത്തിനെ പരിപാലിക്കുക, അതിനെ സംരക്ഷിക്കുക, കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് സത്യത്തിൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് അതിന്റെ അധ്യക്ഷനാകേണ്ടത്. അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാരാണ് ഭരണസമിതിയിൽ ഉണ്ടാകേണ്ടത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷെ അതേ സംവിധാനം തന്നെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട്, അധർമ്മികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിറയുകയും അവരുടെ തോന്നിവാസം അവിടെ നടക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണ്ട. സത്യത്തിൽ ഇന്ത്യയിൽ ഇതേ സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മറ്റൊരു മൂവ്മെന്റ് ഉണ്ട്. ഒരു റിലീജിയസ് ഫംഗ്ഷന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു കാരണവശാലും ഒരു സെക്കുലർ സർക്കാരല്ല നടത്തേണ്ടത് എന്നുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തിൽ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ പറയുന്നത് നോക്കൂ. ഉണ്ണികൃഷ്ണൻ പോയിട്ട് നടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ബോർഡിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2019 ഈ തട്ടിപ്പ് നടന്നത് എങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സാധനം ഇളക്കി ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുന്ന സമയത്ത് ഈ പഴയ വിജയൻ പുതിയ വിജയൻ എന്നൊക്കെ പറയുന്ന പോലെ പഴയ പോറ്റിയും പുതിയ പോറ്റിയും ഉണ്ടോ? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇന്ന് പോറ്റി ആരാണ്? ദേവസ്വം മന്ത്രിയായോ അതോ ശബരിമല തന്ത്രിയായോ? ഇത് രണ്ടും ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം, വിടുവായത്തരം ഒക്കെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് നിർവ്വാണം അടിക്കുന്നതിന് ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരാളാണ്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഈ ഹിന്ദുക്കളുടെ മൊത്തം പ്രതിനിധിയായിട്ട് ശബരിമല വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കസ്റ്റോഡിയനായിട്ട് ഇരിക്കേണ്ടത് എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കണം. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു. ദേവസ്വം മന്ത്രിയെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രി പ്രതികരിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീതയിൽ നിന്നുള്ള അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് ഭക്തനെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അതിന്റെ തുടർന്ന് വരുന്ന ഭാഗത്ത് യോന ഹൃഷ്യതി ന ദ്വേഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. കാപട്യം കാണിക്കുന്നവനല്ല ഭക്തൻ. അപ്പൊ കാപട്യം കാണിക്കുന്നവനല്ല ഭക്തൻ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കാപട്യത്തിനും എന്താണ് ഈ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ആൾക്കാരെ ഇതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. പക്ഷെ ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യമല്ല, നേരത്തെ തന്നെ നടന്നിരിക്കുന്ന അതിന്റെ ഒരു തുടർച്ച ആരും പിടിക്കാതെ പോയത് കൊണ്ട് നടത്തുന്നതാണ്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഇനി മുഖ്യമന്ത്രിക്കും പ്രതികരിക്കാൻ വയ്യ എങ്കിൽ ഞാൻ പറഞ്ഞത് ശബരിമലയിലെ കാര്യങ്ങളിൽ സർക്കാരിനെ, ദേവസ്വം ബോർഡിനെ ഒക്കെ തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന 2 കാരണവന്മാരുണ്ട് കേരളത്തിൽ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? അതിലൊന്ന് പെരുന്നയിലാണ്, മറ്റൊന്ന് കണിച്ചുകുളങ്ങരയിലാണ്. അവരെങ്കിലും പ്രതികരിക്കണം. അയ്യപ്പ ഭക്തരുടെ വോട്ടൊന്നും കോൺഗ്രസിനും BJPക്കും വേണ്ട എന്ന പ്രസ്താവന നടത്തിയിട്ട് വായിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുക രണ്ടുപേരും. അവരെങ്കിലും ഇതിൽ പ്രതികരിക്കണം. സർക്കാരിനെ, ദേവസ്വം ബോർഡിനെ ഒക്കെ ന്യായീകരിക്കണം. ഞങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറയണം. നോക്കൂ, ഞാൻ പറയുന്നത്
ഇവിടെ നടന്നിരിക്കുന്ന തട്ടിപ്പ് എന്താണ്? വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തട്ടിപ്പ്. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്നതിന് കൃത്യമായി കോർട്ടിന്റെ പിന്തുണയോടുകൂടി കോർട്ട് തന്നെ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഏതായാലും വലിയ മാനക്കട. എത്ര സ്വർണം എവിടെയൊക്കെ പൂശി എന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡിന് ായിട്ട് പറയാൻ കഴിയുന്നില്ല. അത് പറയുന്നത് ആരും അല്പം മുമ്പ് കാണിച്ചതുപോലെ വിജയ് മല്യയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന എക്സ്പെർട്ട് പറയേണ്ടി വരുന്നു നമുക്ക് മനസ്സിലാക്കാൻ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? 2019 അതുവരെ സ്വർണ്ണമായിരുന്ന പാളികൾ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ചെമ്പായിട്ട് മാറുന്നത്? എന്നെ സംശയിക്കരുത്. ആ കമ്മ്യൂണിക്കേഷൻ ആര് പറഞ്ഞിട്ടാണ് തയ്യാറാക്കുന്നത്? ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭക്തര് മുഴുവൻ കാണുന്ന, ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവൻ അറിയാവുന്ന, ഇത് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും അത് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാരും എല്ലാം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഇത് ചെമ്പ് പാളിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇറക്കാൻ പറ്റുമോ? അതിന് തന്നാരും വിളിച്ചില്ല. അപ്പൊ അതിന് ബാക്കിംഗ് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഇത് എങ്ങനെ അവതരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ അവതരിക്കുന്നത് നമുക്കറിയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു? അദ്ദേഹത്തിനെ എങ്ങനെ തെരഞ്ഞെടുത്തു? എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഇനി അവിടെ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ കോടതിയുടെ പെർമിഷൻ എടുത്തിട്ട് ദേവസ്വം ബോർഡ് നേരിട്ടിരുന്ന ഈ സാധനം അവിടെ കൊണ്ടുവന്ന് ചെന്നൈയിലെങ്കിൽ ചെന്നൈയിൽ വേറെ എവിടെയെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കാത്തത് എന്താണ്? പോറ്റി ഇതിൽ അങ്ങനെ കൊണ്ടുപോകാനും കഴിയില്ലെന്നാണല്ലോ ശ്രീജിത്ത് പറയുന്നത്. കൊണ്ടുപോകാനും കഴിയില്ല. ഞാൻ പറഞ്ഞത് ഇനി അതിന് സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും കോടതിയുടെയും പെർമിഷൻ വാങ്ങാമല്ലോ. എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് സ്വന്തം ഉത്തരവാദിത്തം ഇത് കൊണ്ടു കൊടുക്കുന്നതിന് പകരം ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ 10-40 ദിവസം ഈ സാധനം ഇരിക്കുകയാണെന്നേ, അയാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അയാൾ ഈ തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതിനെ എഴുന്നള്ളത്ത് പോലെ കൊണ്ട് നടക്കുകയാണ്. അയ്യപ്പന്റെ രക്ഷാകർതൃ സ്ഥാനത്തുള്ള തന്ത്രിയുടെ വീട്ടിലോ ഈ സ്വർണം സമർപ്പിച്ചിരിക്കുന്ന വഴിപാടായി നൽകിയിരിക്കുന്ന വിജയ് മല്യയുടെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്വർണ്ണപ്പാളികളും മറ്റു കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് സിനിമാ നടനായിട്ടുള്ള ജയറാമിന്റെ വീട്ടിൽ പോകുന്നത്? നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അതെങ്ങനെയാ കൊണ്ടുപോകുന്നത്? അതിന് ഇയാളെ എൻടൈറ്റിൽ ചെയ്ത് വിട്ടിരിക്കുന്നത് ആരാണ്? അയാൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? എനിക്ക് തോന്നുന്നിടത്തെല്ലാം കൊണ്ടുവെക്കാം എന്നയാൾ തീരുമാനിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇത് തിരികെ വരുന്ന സമയത്ത് ഈ കൊടുത്തുവിട്ട സാധനമാണോ ഈ തിരികെ കിട്ടിയിരിക്കുന്നത് എന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് അവിടെ നടന്നിട്ടുണ്ടോ? ഈ അളവ് തൂക്കത്തിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? 6 കൊല്ലം കഴിഞ്ഞ് 40 വർഷത്തേക്ക് വാറണ്ടി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് മെയിൻ്റനൻസ് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പൊ വീണ്ടും ഇളക്കി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുതിയ പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആരാണ്? ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ കോടതിയുടെയോ സ്പെഷ്യൽ കമ്മീഷണറുടെയോ അനുമതി വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആരാണ്? വീണ്ടും ഇതേ പോറ്റിച്ചാട്ടനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് ക്രിമിനൽ തട്ടിപ്പ് മാത്രമല്ല, ശുദ്ധ തെമ്മാടിത്തമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ശുദ്ധ തെമ്മാടിത്തം, മറ്റൊരു വാക്കില്ല. നോക്കൂ, ഓരോ സമയത്തും ശബരിമലയുടെ കസ്റ്റോഡിയനാണ്, അവിടുത്തെ വിശ്വാസത്തിന്റെ കസ്റ്റോഡിയനാണ്, ആഗോള സന്ദേശമായിട്ട് ഇത് ലോകത്തിലേക്കെല്ലാം പോകണം എന്നൊക്കെ പറഞ്ഞ് ഉഗാണ്ടയിൽ നിന്ന് വരെ ആള് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ ഇവർ ഈ തട്ടിപ്പ് നടത്തി. ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്നോർമ്മ വേണം. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.